ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നേരത്തെ വിചാരിച്ചത് ആ വീഡിയോ ഒരൊറ്റ സ്ട്രെച്ചിലെടുത്ത് കഴിയാമെന്നായിരുന്നു. പക്ഷേ എന്താ പറയുക, കോള് കയറി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിതിന് വലിയ പിടിയൊന്നുമില്ല. കോള് കയറി വന്നു കഴിഞ്ഞാൽ ഇത് ക്ലാസ് കട്ടാവാതെ വീഡിയോ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്നോ അല്ലെങ്കിൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നല്ല ജോലിയും പാടും തിരക്കും ഒക്കെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് പാർട്ട് 2 എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ മറ്റേ ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ്. ഞാൻ ആ കണക്ക് തന്നെ ഞാൻ അതിനകത്ത് പകുതിക്ക് വെച്ചപ്പോഴാണ് കോള് വന്നത്. ആ കോള് പോട്ടെ, ഇനി അങ്ങനെ വരാണ്ടിരിക്കാൻ നോക്കാം. നമ്മൾ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കണക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു, 6ൻ്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്നല്ലേ നമുക്ക് 150 ഉത്തരവൊക്കെ കിട്ടിയതാ. അപ്പോൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 6ൻ്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് പറയുമ്പോൾ 100നും 999 ഇടയിൽ 6ൻ്റെ ഗുണിതങ്ങളായ എത്ര സംഖ്യകളുണ്ടെന്നുള്ളത് ചോദ്യമേ. അപ്പോൾ നമ്മൾ 100നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയപ്പോൾ നമ്മൾ 100നെ ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം 4 വരെയൊക്കെ എത്തി. അപ്പോൾ നമ്മൾ രണ്ടിനും കൂടെ കൂട്ടി, അത് രണ്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റിയേനെ. അപ്പോൾ ആ 2നെ എടുത്ത് 100 കൊണ്ട് കൂട്ടി നമ്മൾ 102 എടുത്തു. 102നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ആദ്യ പദം 102 ആയി. അതേപോലെ തന്നെ 999നെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നു എന്ന് നോക്കുന്നു. അപ്പോൾ ശിഷ്ടം 3 വന്നു. ഇവിടെ കാണിച്ച പണി പോലെ തന്നെ 3 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 999 + 3 1002 ആവും. 1002 എന്ന് പറയുമ്പോൾ അതിനകത്ത് 1002. അപ്പം 4 അക്കങ്ങൾ വരികയാണ്. ഇവിടെ നമുക്ക് 3 അക്കങ്ങൾ മതി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ശിഷ്ടം കിട്ടി ഈ 3 ഇതിൽ നിന്ന് കുറച്ച് 996 എന്നാക്കിയെടുക്കും. ഇവിടെ കൂട്ടണം, ഇവിടെ കുറയ്ക്കണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ 996നെ നോക്കിയപ്പോൾ ഓക്കെയാണ്, നമുക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ ആദ്യ പദം 102, 108, 114, 996 എന്ന് എഴുതുന്നു. അപ്പോൾ 100നും 1000നും ഇടയിൽ 6ൻ്റെ ഗുണിതങ്ങളായ എത്ര സംഖ്യകളുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിന് എഫക്റ്റീവ് ആണ്. ഈ 2 ചോദ്യങ്ങളും സെയിം എഫക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് എത്രാമത്തെ എന്നുള്ളത് കൊണ്ട് കോളത്തിനകത്താണോ പുറത്താണോ എന്ന് ചോദിച്ചപ്പോൾ എത്രാമത്തെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന കോളത്തിന് പുറത്താണ്. അതിൻ്റെ ഇക്വേഷൻ Tn-T1/D+1 ആണെന്ന് പറയുന്നത്. ഇനി കോളത്തിനകത്തായിരുന്നെങ്കിലോ അത് A + n - 1 × D ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വേണ്ടത് ഏതാ, Tn-T1/D+1. Tn എന്ന് പറയുന്നത് 996, T1 എന്ന് പറയുന്നത് 102. നമുക്കറിയാം ഡി എത്രയാണ്, 6 ഇതെല്ലാം കൂടി വെട്ടിപ്പേ ചെയ്ത് വന്നപ്പോൾ ഉത്തരം 150 കിട്ടും. 996 - 102/6 + 1. ഇതേ സ്ഥാനത്ത് Tn-ൻ്റെ സ്ഥാനത്ത് 996, T1-ൻ്റെ സ്ഥാനത്ത് 102 വരെ അതേപോലെ ഇട്ടു. D6 കോളമൊക്കെ വരച്ച് +1 കൊടുത്തു. കുറച്ചപ്പോൾ 894/6 + 1. അത് ഹരിച്ച് നോക്കിയത് ഇവിടെ ഉണ്ട്. 149 + 1 = 150 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വഴി. ഇതാണ് ഇവിടെ നോക്കിയത് 999നെ ഹരിച്ചപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടിയേ, 166 അല്ലേ. ഇവിടോ 100നെ ഹരിച്ചപ്പോൾ നമുക്ക് 16 കിട്ടിയത്. അതാണ്ട് ഈ 166ൽ നിന്ന് 16 ഒന്ന് കുറച്ച് നോക്കിയേ, 051 അപ്പം ഈ കിട്ടുന്നതിനുള്ള ഡിഫറൻസ് ആയിരിക്കും ഉത്തരം എന്നുള്ളതാണ് എളുപ്പവഴി. അത് എളുപ്പമാണെന്ന് എപ്പോഴാണ് മനസ്സിലായി, ഇത്രയും കണക്കുകൾ ചെയ്ത് നോക്കിയപ്പോൾ അല്ലേ. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ എളുപ്പവഴി എങ്ങനെയാണെന്ന് പറഞ്ഞേ, നമ്മൾ ഈ സംഖ്യകളുടെ ലിമിറ്റുകൾ തരില്ലേ, ലിമിറ്റുകൾ ഇന്നതിനും ഇടയ്ക്കുള്ള ഫസ്റ്റ് ലിമിറ്റും ലാസ്റ്റ് ലിമിറ്റും നോക്കി അതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഹരണഫലം അഥവാ കോഷ്യൻറ്റിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഉത്തരം. മനസ്സിലായോ? അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം ചെയ്യാം. ഒരു സമാന്തര ശ്രേണിയുടെ 20ാം പദം 30ഉം ഒരു സമാന്തര ശ്രേണിയുടെ 20ാം പദം 30ഉം 30ാം പദം 20ഉം ആയാൽ പൊതുവ്യത്യാസം ആദ്യ പദം കാണുക. 2 ചോദ്യം നമുക്ക് കാണാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കാണാനേ ചോദിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് ഈ ചോദ്യത്തിൽ 2 എണ്ണവും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ പറഞ്ഞേ, ഒരു സമാന്തര ശ്രേണിയുടെ 20ാം പദം 30ഉം 30ാം പദം 20ഉം ആയാൽ പൊതുവ്യത്യാസം കാണുക എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ
20ാം പദം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ നേരത്തെ പറഞ്ഞേ, അതിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതിയാൽ മതി. T20 നമ്മളെ A+N-A+10D എന്ന് പറഞ്ഞപ്പോൾ 10ാം പദം 10ൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ A+9D, 100ാം പദം A+99D, ഇതൊക്കെ പറഞ്ഞില്ലേ. സോ 20ാം പദം എന്തുമായിരിക്കും? A+19D = 30. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി അടുത്ത 30ാം പദം 20 അല്ലേ, അപ്പം എന്തോ സ്വാഭാവികമായിട്ട് A+29D = 20. ഇക്വേഷൻ നമ്പർ 2. ഇത്രയും അറിയൂ, നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല. ഇത് രണ്ടും അറിയാം, എയും അറിയില്ല, ഡിയും അറിയില്ല, എന്നും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം 20ാം പദം A+19D = 30, 30ാം പദം A+29D = 20. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ എ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡി കണ്ടുപിടിക്കാം. അപ്പോൾ എ ഏതാണെങ്കിൽ നമുക്ക് ഡി അറിയാൻ പറ്റും, ഡി ഏതാണെന്നുണ്ടെങ്കിൽ എ അറിയാൻ പറ്റും. പക്ഷെ ഇതിൽ നമുക്ക് എന്താ ചെയ്യണ്ടേ അറിയത്തില്ല. അപ്പോൾ നമുക്കിതിൻ്റെ കോഎഫിഷ്യൻ്റ് തുല്യമായിട്ടുള്ള, അതായത് ഗുണോത്തരം തുല്യമായിട്ടുള്ള പദം, ഗുണോത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5A², എയുടെ ഗുണോത്തരമാണ് 5, എയുടെ കൃത്യങ്കമാണ് 2. കൃത്യങ്കം മീൻസ് പവർ. അപ്പം എ ഇവിടെ നമുക്ക് എന്തുവാ? എയുടെ ഗുണോത്തരം ഏതാ? 1 ആണ്. ഡിയുടെ ഗുണോത്തരം ഏതാ? 19 ആണ്. ഈ ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യ എയുടെയോ 1, ഇവിടെ ഡിയുടെ 20. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് എയുടെ ഗുണോത്തരം തുല്യമാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഇതിനെ ഒരെണ്ണത്തിനെ ഒഴിവാക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് ചെയ്യാം. ഒരേപോലെ ചിഹ്നം, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ്, ബി എന്ന് ഇവിടത്തെയും എ ആണ്, അപ്പോൾ ഒന്നും എഴുതിയിട്ടില്ലാണ്ട് പ്ലസ് ആണ്. ഒരേപോലെ ചിഹ്നം വന്നാൽ മൈനസ് ചെയ്യുക, വ്യത്യസ്ത ചിഹ്നങ്ങളാണെന്നുണ്ടെങ്കിൽ കൂട്ടുക. അങ്ങനെയാണ് അതിൻ്റെ ഐഡിയ. എന്താ പറഞ്ഞേ? ഇവിടെ എ, ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അപ്പോൾ ഒരേപോലെ ചിഹ്നം വന്നു. ഒരേപോലെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ പ്ലസും മൈനസും ക്യാൻസൽ ആവത്തുള്ളൂ. അപ്പോൾ കുറയ്ക്കണം. ഇവിടെ പ്ലസ് വന്നു, ഇവിടെ മൈനസ് ആക്കണം, കുറയ്ക്കണം. അപ്പോൾ ഇവിടെ കുറയ്ക്കാം. അപ്പോൾ വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ മൈനസ് അല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം മൈനസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എയിൽ നിന്ന് A - A 0 ക്യാൻസൽ ആയി, രണ്ടും പോയി. ഇനി -29D -0. അപ്പോൾ -29D 19, വ്യത്യസ്ത ചിഹ്നം, ഇവിടെ പ്ലസും ഇവിടെ മൈനസ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത്. ഇവിടെ എങ്ങനെ മൈനസ് വന്നതെന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരവാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 1ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം മൈനസ് ആവും. അപ്പോൾ എയിൽ നിന്ന് എ പോയി, A - A 0 ആയി. ഇനി അടുത്ത് പ്ലസും മൈനസും. അപ്പോൾ +19. ഇനി +29 വായിച്ചുകൂടാ, ഇവിടെ ഏതാ വായിക്കണ്ടേ? -29 വായിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ -29 ആണ്, ഇവിടെ +19 ആണ്. അപ്പോൾ 29ൽ നിന്ന് 19 കുറയ്ക്കണം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 29ൽ നിന്ന് 19 കുറയ്ക്കുമ്പോൾ എത്രയാ? അല്ലേ? 10 -10 വലുതിൻ്റെ ചിഹ്നം മൈനസ് നമ്മൾ കൊടുത്തു. ഇനി ഇവിടെയോ 20, 30. അപ്പോൾ 30ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ 10. അപ്പോൾ D = 10/-10 -10 ഡി കിട്ടിയില്ലയോ? ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിലക്കകത്ത് നമുക്ക് ഇട്ട് കൊടുത്താൽ പോലെ. അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് ഇവിടെ ഉത്തരം എഴുതാം. പൊതുവ്യത്യാസം എന്ത് കിട്ടി? -1 എന്ന് കിട്ടി. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഏതാ? 20ാം പദം 30ഉം 30ാം പദം 20ഉം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് വരുന്ന കേസുകളിൽ കണക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട, പൊതുവ്യത്യാസം -1 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? 20ാം പദം 30ഉം 30ാം പദം 20. ഇതേപോലെ 40ാം പദം 10ഉം 10ാം പദം 40ഉം -1 ആയിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് വരുന്ന കണക്ക് ചെയ്യാനായിട്ടൊന്നും നിൽക്കണ്ട. പിന്നെ ചെയ്ത് നോക്കുക, തെറ്റ് പഠിക്കണമല്ലോ ഇതൊക്കെ ചെയ്ത്. അപ്പോൾ നമുക്ക് -1 കിട്ടും. ഇനി ഇക്വേഷൻ നമ്പറിൽ 1ൽ ഞാൻ ഡിയുടെ വില കൊടുക്കുകയാണ്. 1ൽ ഡിയുടെ വില കൊടുത്താൽ A+19D = 30. അപ്പം A+19 ഡിയുടെ വില എത്ര? × -1 = 30. A - 19 = 30. A = 30 + 19 = 49. അപ്പോൾ ആദ്യ പദം എത്ര കിട്ടി? 49. നിങ്ങളിത് എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം വീണ്ടും എടുത്തൊന്ന് നോക്കുക. മനസ്സിലായോ? ഈ ചെയ്തേക്കുന്ന വഴികൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് മനസ്സിലാക്കുക. വീണ്ടും ചെയ്ത് നോക്കുക. ഈ കണക്ക് ഈ 10 ടൈപ്പ് കണക്കുകളാണ് ഞാനിതിൽ തന്നേക്കുന്നത്. കുറച്ച് 10 ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത്രയും ടൈപ്പ് കണക്കുകളാണ് തന്നേക്കുന്നത്. ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അത് ഓരോ ടൈപ്പും നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററുകൾ നമുക്ക് ഓരോ ചാപ്റ്ററുകളും നമുക്ക് എളുപ്പമായിട്ട് വരും.
കാൽക്കുലേഷൻസ് അറിയാവുന്നവർക്ക് ഇത് എളുപ്പമായിരിക്കും. ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ചില കുഞ്ഞുങ്ങൾ കാണും, അറിയാത്ത കുഞ്ഞുങ്ങൾ കാണും. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ലെങ്തി ആക്കിയത്. അതിലെ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പോരെ. ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ 49. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. ഒരു സമാന്തരശ്രേണിയുടെ 20-ാം പദം 30, 30-ാം പദം 20 ആയാൽ പൊതുവ്യത്യാസവും ആദ്യ പദവും കാണുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20-ാം പദം 1 കുറവായിരിക്കും. a+n-1 അല്ലേ? n 20 ആകുമ്പോൾ 20 - 1 19. a+19 = 30. അതേപോലെ 30-ാം പദം a+29 = 20 എന്ന് കിട്ടി. രണ്ട് വേരിയബിളും നമുക്കൊന്നും അറിയത്തില്ല. സോ നമ്മൾ ഏതെങ്കിലും ഒന്നിനെ എലിമിനേറ്റ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ചിഹ്നങ്ങൾ രണ്ടും പ്ലസ് ആണ്. അപ്പോൾ ഒരേപോലുള്ള ചിഹ്നങ്ങൾ വന്ന കൂട്ടത്തിൽ a+a 2a ആവത്തുള്ളൂ. a-a ആണ് 0. അപ്പം മൈനസ് ചെയ്യണം. അപ്പോൾ അവിടെ -a ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 1 നിന്ന് 2 കുറയ്ക്കും. അപ്പോൾ അവിടെ എല്ലാം ചിഹ്നം മാറ്റി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാം മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ a - a പോയി. പിന്നെ +29d അല്ല -20. അപ്പോൾ -29 നിന്ന് 19 പോകുമ്പോൾ 10d. ഇവിടെ 30 നിന്ന് 20 പോകുമ്പോൾ 10. അപ്പോൾ d = -1. പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് ഡിയുടെ വില കിട്ടി. പൊതുവ്യത്യാസം -1 നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് 1-ൽ ഡിയുടെ വില കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 1-ൽ ഡിയുടെ വില കൊടുത്തത് ഇക്വേഷൻ നമ്പർ 1. ഈ a+19d = 30-ൽ 1-ന്റെ വില കൊടുത്താലെന്നാണ്. അത്ര എഴുതണ്ട. 1 നമ്മൾ കൊടുത്തതുകൊണ്ട് 1-ൽ ഡിയുടെ വില കൊടുത്തു കഴിഞ്ഞാൽ a+19d = 39. അപ്പോൾ a+19 ഡിയുടെ വില -1, 19 × -1 = 39, +19 × -1 -19. അപ്പോൾ a-19 = 30. a ഈ -19 അപ്പുറത്ത് പോകുമ്പോൾ 49 ആവും. മനസ്സിലായോ? അതൊന്ന് ചെയ്തേക്കൂ. അടുത്ത ചോദ്യം 72, 63, 54. 72, 63, 54 എന്ന പ്രോഗ്രഷൻ്റെ എത്രാമത്തെ പദമാണ് 0? ഒന്നുമല്ല, 0. അപ്പം നമുക്കറിയാം കറക്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ എത്രാമത്തെ പദം. അപ്പോൾ നമുക്ക് അതിനകത്ത് a+n-1 × d ആണല്ലോ 0. അതായത് നമ്മളിങ്ങനെ എഴുതി നോക്കുമ്പോൾ എത്രാമത്തെ പദമാണെന്ന് പറയുമ്പോൾ അതിലെ കുളത്തിനകത്തൊരു 0 കാണും. അത് എത്രാമത്തെയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ തന്നേക്കുന്നത് 0 ആയതുകൊണ്ട് നമ്മൾ a+n-1 × d = 0 എന്നിടും. അല്ലാതെ n 0 ഇടാൻ പറ്റത്തില്ല. കാരണം എത്രാമത്തെ പദമാണെന്ന് പറയുമ്പോൾ കുളത്തിനുള്ളിൽ എഴുതുന്നത്. അത് a+n-1 × d = 0. അതുകൊണ്ടാണ് എഴുതി. ഇതിനകത്ത് നമുക്കറിയാവുന്ന വിലകൾ ഇട്ട് കൊടുത്ത് നോക്കാം. a നമുക്കറിയാം എത്ര? 72. പിന്നെ ഡിയോ? d = t2 - t1 അല്ലേ? അപ്പോൾ t2 - t1 ആകുമ്പോൾ t2 എത്രയാണ്? 63. ഇവിടെ 72. അല്ലാതെ ഒരിക്കലും 72 - 63 ചെയ്യരുത് കേട്ടോ. രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കണം. അപ്പോൾ t2 63 ആണ്, t1 72 ആണ്. അപ്പോൾ 63 - 72. അപ്പോൾ 9 അല്ലേ? വലിയ ചിഹ്നം കൊടുക്കുമ്പോൾ -9. ഓക്കെ. അപ്പോൾ എ കിട്ടി. എത്രയാണ്? 72. ഇക്വേഷനിൽ എ എഴുതി. ഇനി അടുത്ത ഇക്വേഷനകത്ത് പ്ലസ്സാണ്. ഇനി അടുത്ത് എടുക്കുന്ന ബ്രാക്കറ്റ്. ഇത് അതേപോലെ എഴുതുക. വില ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. n എത്രയാണ് നമുക്ക് അറിയത്തില്ല. അത് അതേപോലെ എഴുതി -1 നല്ല ബ്രാക്കറ്റ് ഇട്ടു. ഡി എന്ന് പറയുന്നത് ഇപ്പോൾ -9 ആണെന്ന് അറിയാം. അത് 0 ആണ്. അപ്പോൾ നമുക്ക് വിലയെല്ലാം ഇപ്പോൾ ഉണ്ട്, n മാത്രമല്ല. അപ്പോൾ ഈ ഒരു സോൾവ് ചെയ്താൽ നമുക്ക് n കിട്ടത്തില്ലയോ? ചെയ്ത് നോക്കാം, കിട്ടുന്നോ നോക്കാം. 72 പ്ലസ് ബ്രാക്കറ്റ് കിടക്കുന്നതുകൊണ്ട് ഇത് രണ്ടും ബാധകമാണ്. അപ്പം -9n. അപ്പം -9n വരും. അപ്പോൾ പ്ലസ് വേണ്ട, -9n. -1 × പ്ലസ് -9 പ്ലസ് -9 × -9 + 9 = 0. ഇനി നോക്കി 72 + 9 81 - 9n = 0. അപ്പം -9n = -81 n = -81 -9 -9 പ്ലസ് അല്ലേ? 9 ഉത്തരം. നോക്കി. അപ്പോൾ എന്തു നമ്മൾ ചെയ്ത? എത്രാമത്തെ പദമാണ് 0? എത്രാമത്തെ പദമാണ് 0? 9ാമത്തെ പദമാണ് 0. അപ്പോൾ 9ാമത്തെ പദമാണ് 0 എന്ന് എഴുതും. ഓക്കെ. അപ്പോൾ എ എന്ന് പറയുന്നത്
എത്രാമത്തെ പദമാണ് 0? അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഐഡിയ ആലോചിക്കണം. എന്താണ്, കുളത്തിനകത്താണോ കുളത്തിന് പുറത്താണോ 0 എഴുതേണ്ടത്? എത്രാമത്തെ പദം? അങ്ങനെ 5ാമത്തെ പദമാണ് എങ്കിൽ 5ാമത്തെ പദത്തിന് അകത്തോട്ടല്ലേ നോക്കണ്ടേ? 0 ആണ്. അപ്പോൾ കുളത്തിനകത്ത് എഴുതേണ്ട സംഖ്യയാണ് 0. അപ്പോൾ കുളത്തിനകത്ത് എഴുതേണ്ട ഇക്വേഷൻ a + n - 1 × d = 0. പിന്നെ അറിയാവുന്ന വിലകളെല്ലാം a = 72, d = t2 - t1, t2 63 ആണ്. അല്ലാതെ 72 - 63 എഴുതിയാൽ മൊത്തവും തീർന്നു. 9 കിട്ടും, ചിഹ്നം മാറിപ്പോവും, ആകെ പ്രശ്നം. അപ്പോൾ t2 63 - 72 63 9 72, വലുതിൻ്റെ ചിഹ്നം മൈനസ്. ഇനി ഇക്വേഷൻ a + n - 1 × d = 0 എന്ന് എഴുതി. എയുടെ വില താഴെ എടുക്കുന്ന 72, അതെടുത്ത് എഴുതി, പ്ലസ് ഇട്ടു, ബ്രാക്കറ്റ് ഇട്ടു, n ഇട്ടു, എന്നിൻ്റെ വില അറിയാത്തതുകൊണ്ട് n അതേ കണക്ക് എഴുതി. ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് കൊടുത്തു, 1 എഴുതി, വീണ്ടും ഇട്ടു, d -9 ആയതുകൊണ്ട് അങ്ങനെ എഴുതി. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യും. 72 ഇവിടെ എങ്ങനെ, ഈ -9 × n -9n അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് പ്ലസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത -1 × -9 + 9 = 0. ഇനി 72 9 81 അതെങ്ങനെ വന്നേ? ഇത് കൂട്ടാൻ പറ്റുമോ? 72 -9n ആണ്. 72 പൂർണ്ണസംഖ്യയാണ്, 9n വേരിയബിൾ പാർട്ടാണ്. പക്ഷേ ഇവിടുത്തെ 9 ഇത് രണ്ടും പൂർണ്ണസംഖ്യകളാണ്. അതുകൊണ്ടാണ് നമ്മളിത് രണ്ടും കൂട്ടി കേട്ടത്. 72 9 81. ഇത് ചക്ക ചെയ്ത് മാങ്ങയാണ്, ചക്ക മാങ്ങാന്നൊന്നും എഴുതാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതന്നെ ഉള്ളൂ. ഇത് ചക്കയാണ്, ഇത് ചക്കയാണ്, ഇത് വേറെ സാധനമാണ്. അപ്പോൾ 72 9 81 -9n = 0. അപ്പോൾ -9n = 81, അപ്പുറം പോകുമ്പോൾ -81, n = -81 ഡിവൈഡഡ് ബൈ -9 = 9. അപ്പോൾ 9ാമത്തെ പദമാണ് 0 എന്ന് നമുക്ക് കിട്ടും. ഇനി 200-നും അടുത്ത ചോദ്യം എഴുതാണ്. 200-നും 600-നും ഇടയിൽ 4,5,6 ഇവയുടെ ഗുണിതങ്ങളായ എത്ര പൂർണ്ണസംഖ്യകളുണ്ട്? ഇവയുടെ ഗുണിതങ്ങളായ എത്ര പൂർണ്ണസംഖ്യകൾ ഉണ്ട്? നോക്കാം. 200-നും 600-നും ഇടയിൽ 4, 5, 6 ഇവയുടെ ഗുണിതങ്ങളായ എത്ര പൂർണ്ണസംഖ്യകളുണ്ട്? ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ നേരത്തെ നമുക്കിപ്പോഴും അറിയാം 200-നും 600-നും ഇടയിൽ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ടെന്നോ, അല്ലെങ്കിൽ 200-നും 600-നും ഇടയിൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ടെന്നോ, 200-നും 600-നും 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ടെന്നോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ പറ്റണം. അങ്ങനെ വരുന്ന സമയത്ത് 4-ൻ്റെയും 5-ൻ്റെയും 6-ൻ്റെയും ലസാഗു കാണണം, മറന്നു പോകരുത്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള കണക്കാണ്. ഈ രീതിയിലുള്ള കണക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. 4, 5, 6 3 സംഖ്യകൾ തന്നിട്ട് അതുകൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ അവയുടെ ലസാഗു കണ്ടിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് 4-ൻ്റെയും 5-ൻ്റെയും 6-ൻ്റെയും ലസാഗു കണ്ടുവെക്കാം. 2 അല്ലേ? ഇവിടെ 4-നെയും 6-നും 2 കൊണ്ട് ഇരിക്കാം, 5 കൊണ്ട് പറ്റത്തില്ല. എന്നാലും നമ്മൾ 2 ഇട്ടു, 2 4 5 ഇട്ടു, 6 3. ഇനി വേറെ ഒന്നും കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഗുണിക്കണം. 2 4 4 5 23 60 60. ഇനിയിപ്പോൾ ഈ ചോദ്യം നമുക്ക് എങ്ങനെ എഴുതാം? 200-നും 600-നും ഇടയിൽ 4, 5, 6 എന്ന് വേണ്ട, 60 കൊണ്ട് ഹരിക്കുന്ന എത്ര സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. എത്ര സംഖ്യകൾ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഉത്തരവായിരിക്കും ഇത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. 200-നെ നേരത്തെ പറഞ്ഞ പോലെ 60 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയേ. 60 3 180 ഇഷ്ടം 20. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഞാൻ ചെയ്യുന്നില്ല. 40 കൊണ്ട് കൂട്ടി 240. നമുക്ക് എളുപ്പ വഴി അങ്ങ് ചെയ്യാം. മറ്റേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കും. ഇനി 600-നെ 60 കൊണ്ടൊന്ന് ഹരിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ടുള്ള സംഖ്യകൾ എന്ത് ചെയ്യണമെന്നറിയാവോ? 60-നെ കൊണ്ട് ഹരിക്കാൻ പറ്റും, ഇടയിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ 600-നെ 60 കൊണ്ട് ഹരിക്കാൻ പറ്റും, 1 0 10. പക്ഷേ 600-ന് ഇടയിലുള്ള സംഖ്യയാണോ 600? അല്ലല്ലോ. അപ്പോൾ നമ്മൾ 599 ഇട്ട് കൊടുക്കണം. 599/60. അപ്പോൾ എത്ര വരും? 6 8 48, 9 6 57. അപ്പോൾ 540 വരും. പിന്നെ 10 ഇട്ട് കഴിഞ്ഞാൽ പോയില്ലേ?
അപ്പോൾ എത്രയും സംഖ്യ 59 ശിഷ്ടമൊക്കെ വരുന്നു. അത് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞ ഇതിനകത്തുനിന്ന് ഇത് കുറച്ചാൽ പോരെ. 9 - 3 = 6. 6 സംഖ്യകളുണ്ട്. നേരത്തെ പോലെ പിന്നെ ഇവിടെ വീണ്ടും ഒന്നിട്ട് അങ്ങനെ കൂട്ടിയാനൊന്നും നിൽക്കണ്ട. ഈ രീതിയിൽ നമ്മളിൽ ഹരിക്കുന്ന സംഖ്യകളുടെ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ കണ്ടായിരുന്നേ. ഇത്രയൊക്കെ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, 4, 5, 6 ഇങ്ങനെയുള്ള സംഖ്യകൾ തരികയാണെങ്കിൽ നമ്മൾ അവയുടെ ലസാഗു കാണണം. എന്ത് കാണണം? ലസാഗു കാണണം. ലസാഗു കണ്ടതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. ലസാഗു കണ്ടുപിടിച്ചിട്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്ത് ഇവിടെ നമ്മളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. ഇവിടെ നമുക്ക് 260 കണ്ടിരിക്കുമ്പോൾ 3 കിട്ടി. 599 എന്താ എഴുതാൻ കാരണം 600-ന് ഇടയിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. 600-ന് ഇടയിൽ ഒരിക്കലും വരുന്നില്ല. 60 എന്താ ചോദ്യം വരുന്നത്? 200-നും 600-നും ഇടയിൽ 60 കൊണ്ടായിരിക്കും. 600 എന്ന് പറയുന്ന നമ്പർ 600-ന് ഇടയിലല്ല, അത് ബാരിയറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1 കുറച്ച് 599 ആക്കി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആ ചോദ്യം വീണ്ടും 600-നൊന്നും പറയത്തില്ല, 599-നും ഇടയിൽ 60 കൊണ്ട് ഹരിക്കാവുന്ന എത്ര സംഖ്യ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ മാറും. എന്നിട്ട് നമ്മൾ ഹരിച്ചിട്ട് ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതായിരിക്കും ഉത്തരം. മനസ്സിലായല്ലോ? ഇനി 100-നും 200-നും ഇടയിൽ 4-ന്റെ ഗുണിതങ്ങളായ എല്ലാ പൂർണ്ണസംഖ്യകളുടെയും തുക കാണുക. വേണ്ടത് 3 3ന്റെ ഗുണിതങ്ങളായ എല്ലാ പൂർണ്ണസംഖ്യകളുടെയും തുക കാണുമെങ്കിൽ ഇതായിട്ട് പോകും. 4ഒക്കെ ആകുമ്പോഴേ 100-നും 200-നും ഇടയിൽ എന്താ വരിക? 100-ന് 101 കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ 199 കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ 3 ആക്കിയത് കേട്ടോ. അപ്പം 100-നും 200-നും ഇടയിൽ 3ന്റെ ഗുണിതങ്ങളായ എല്ലാ പൂർണ്ണസംഖ്യകളുടെയും തുക കാണുക. മറ്റതും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്താ പറയുക? 101 1 കുറയ്ക്കും. അപ്പം നമുക്ക് നോക്കാം. 100-നും 200-നും ഇടയിൽ 3ന്റെ ഗുണിതങ്ങളായെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം 100-നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് 3 9 ഇവിടെ 1 കിട്ടും. അപ്പം 2-ലോട്ട് റൈസ് ചെയ്യാം. 3 ആവണമെങ്കിൽ എന്താ വേണം? 2 വേണം. അപ്പം 102 കിട്ടും. അപ്പോൾ 102, 105, 108 ഇങ്ങനെ പോകാൻ. എങ്ങനെ 105, 108 ഒക്കെ കിട്ടിയേ? 3ന്റെ ഗുണിതങ്ങൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം 3 ആണ്. അപ്പം 102 കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ 3 കിട്ടിയപ്പോൾ 105 കിട്ടി, 108 കിട്ടി. ഇനി നമുക്ക് അവസാനത്തെ പദം കാണണം അല്ലേ? അവസാനത്തെ പദം എന്ന് പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? 200-നെ 3 കൊണ്ട് ഹരിക്കണം. അപ്പം എത്ര വരും? 6 3 18, 2 20, 6 3 18, 2. ഈ 2 എവിടെ നിന്ന് കുറയ്ക്കണം? 200-ൽ നിന്ന് കുറയ്ക്കണം. അപ്പം 198. ഇനി നമുക്ക് അല്ലേ n കണ്ടുപിടിക്കാമല്ലോ. എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി അപ്പോൾ എന്തോ ചെയ്താൽ മതി? എന്ത് ചെയ്യുക? എത്ര പദങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൽ നിന്ന് ഇതങ്ങ് കുറച്ചാൽ പോരെ. അപ്പോൾ n = 66 - 33. അല്ലെ മറ്റേ പോലെ വില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. Tn - T1/d+1 ഇട്ട് കൊടുത്താലും നമുക്ക് ഈ 33 തന്നെ കിട്ടും. അപ്പോൾ 33. ഇനി തുകയല്ലേ പറഞ്ഞേക്കുന്നത്? എത്ര പദങ്ങളുടെയാണ്? 33 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ഇത് അവസാന പദവും ആദ്യ പദവും ഉണ്ടല്ലോ. നമുക്ക് തുക കണ്ടുപിടിക്കുന്ന വാക്യം n/2 × T1 + Tn ആണ്. അപ്പം n എത്ര? 33/2 × T1 എത്ര? 102 പ്ലസ് ഇതെത്ര? 198. അപ്പോൾ 198 പ്ലസ് 102, 8 2 10, 9 1 10, 300. അപ്പോൾ നമുക്ക് 33/2 × 300 എന്ന് വരും. അപ്പോൾ അത് കിട്ടുമ്പം 150. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 33-നെ 15 കൊണ്ട് ഗുണിക്കണം. 13 15 16, 33 5 6 9 9.
495 കിട്ടും അല്ലേ? 495 കിട്ടി. ഇവിടെ 15 ഗുണിച്ച് ഒരു 0 കിടപ്പുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുമ്പം 4950 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 1950. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? 100-നും 200-നും ഇടയിൽ 3ൻ്റെ ഗുണിതങ്ങളായ എല്ലാ പൂർണ്ണസംഖ്യകളുടെയും തുക കാണുക. ഇപ്പോൾ 2 ചോദ്യമുണ്ട്, പദങ്ങളുടെ എണ്ണം എത്ര എന്നുള്ള ചോദ്യമുണ്ട്, തുകയുണ്ട്. അപ്പോൾ 2 ഇക്വേഷൻസ് യൂസ് ചെയ്യണം. 2 പ്രോബ്ലത്തും കൂടെ ചേർത്തിട്ടുള്ളതാണ്. അതാണ് സാറേ ഈ കണക്കൊക്കെ കാൽക്കുലേറ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ 100-നെ 200-നിടയിൽ 100-നെ ഹരിച്ചു നോക്കുമ്പം ശിഷ്ടം 1 വരുന്നുണ്ട്. 2 അങ്ങോട്ട് റൈസ് ചെയ്ത് 33 ആക്കി. പിന്നെ 200-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 66 വന്നു. അപ്പോൾ ശിഷ്ടം 2 ആണ്. അപ്പോൾ അതിനെ കുറച്ച് 2 ആക്കിയപ്പോൾ 198 വന്നു. പിന്നെ ഈ 66-ന് 33 കുറയ്ക്കുമ്പോൾ പദങ്ങളുടെ എണ്ണം കിട്ടി. പിന്നെ നമുക്ക് ആദ്യ പദവും അവസാന പദവും ഉള്ളതുകൊണ്ട് S33 = n/2 × T1 + Tn എന്നുള്ളത് കിട്ടും. അപ്പോൾ 33/2 102 + 198 ആണ്. അങ്ങനെ 33 × 150 4950 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. മനസ്സിലായോ? രണ്ട് 8 14 ആദ്യത്തെ 50 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ 2, 8, 14 എന്ന പ്രോഗ്രഷനിൽ ആദ്യത്തെ 50 പദങ്ങളുടെ തുക കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്ത് തന്നേക്കുന്നേ? അവസാന പദം ഇല്ല, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ തരണം. അപ്പോൾ അവസാന പദം ഇല്ല എന്നുണ്ടെങ്കിൽ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n/2 × 2a + n-1 × b. അപ്പം n എത്രയാണ്? 50 പദങ്ങളുടെ എന്നല്ലേ? അപ്പോൾ 50/2 × 2 × a എത്ര? 2 + 50 പദങ്ങളുടെ തുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 50 - 1 b എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. d എത്ര? d = T2 - T1. d 8 - 2 = 6. അപ്പോൾ 6 എന്ന് കൊടുത്തു, വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പം 50/25 വരുന്നു. ഇവിടെ എത്ര? ഈ 2 4 + 49 × 6. അപ്പോൾ 25 അല്ലേ? 49 × 6 എത്ര? 56 57 4 194 വരും. അപ്പോൾ 25 × 4 + 294. അപ്പോൾ 25 × 298 വരും. 298 ഗുണം 25 5 40 0 4 85 45 9 4 25 10 14 28 16 52 18 19 ചെയ്യണം നോക്കി. 5 40 0 4 85 45 9 4 25 14 14 28 16 52 18 19 2 4 5 0 9 6 15 9 4 13 14 5 1 6 1 7 1 കേട്ടോ. 7450. 5 40 0 അല്ലേ? കറക്റ്റാണ്. 15 കറക്റ്റാണോ എന്ന് നോക്കിക്കോളൂ. 7450 ഉത്തരം. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുവിധമുള്ള കണക്കുകളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇത് ഇത്രയും ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ നല്ലതുപോലെ ഇതൊന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയതിന് ശേഷം ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഓരോ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കണക്ക് അങ്ങനെ ചെയ്യാൻ പാടുള്ള കുഞ്ഞുങ്ങൾ അത് അതേപോലെ ചെയ്ത് നോക്കി നല്ലതുപോലെ ഈ പ്രോബ്ലംസ് തറവാക്കിയതിന് ശേഷം കൂടുതൽ പ്രോബ്ലത്തിലേക്ക് നോക്കി ചെയ്ത് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. റിപ്പീറ്റായിട്ട് കണക്കുകൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ വീണ്ടും കൂടുതൽ പ്രോബ്ലം നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഇന്നിപ്പോൾ ഇത്ര നിൽക്കട്ടെ. അപ്പോൾ 2 വീഡിയോ ആയി പോയതിൽ ക്ഷമിക്കുക.
മനഃപൂർവ്വമല്ല, ഒരു കോള് കയറി വന്നു. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ 2 എണ്ണമായി പോയത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ അത് കറക്റ്റ് ആക്കാൻ പറ്റും. ശരിക്കായിട്ട് പഠിക്കണം കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് ഈ പ്രോബ്ലംസ് ബേസ് പ്രോബ്ലംസ് ആയിട്ട് വിചാരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം ഇതേപോലുള്ള കണക്കുകൾ ചെയ്യുക. അപ്പോൾ പിന്നീട് വരുന്ന അഡ്വാൻസ് ലെവലിലുള്ള കണക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.